അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ശരീരത്തിൽ വലിയ അസ്വസ്ഥത, മനസ്സിൽ വലിയ ഭാരം, കാരണമില്ലാതെ വിഷമം, ഉറക്കം പോലും ശരിയായി കിട്ടാത്ത അവസ്ഥ. നമ്മൾ മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്നു പോകുന്ന അവസ്ഥ. നമ്മുടെ കുടുംബത്തിൽ ഒരു സമാധാനവുമില്ല. അതെല്ലാം നമ്മുടെ മനസ്സിനെയാണ് ഒരുപാട് അലട്ടുന്നതും. നമ്മുടെ മനസ്സിന് ഭാരമേറും തോറും നമ്മുടെ ശരീരവും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ പല വിള്ളലുകളും ഉണ്ടാകുന്നു, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അത് ജീവിതത്തിൽ ഭർത്താക്കന്മാരായാലും മക്കളുടെ കാര്യത്തിലായാലും നമ്മുടെ മനസ്സ് ശരിയായില്ലെങ്കിൽ നമ്മുടെ ജീവിതവും തകർന്നു പോവുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സും ശരീരവും തകർന്നു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ ഇസ്മ ചൊല്ലുന്നതിലൂടെ നമ്മൾ ഏറ്റവും തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കതൊരു പ്രയോജനപ്പെടുമോ. ഒരു ചെറിയൊരു ഇസ്മാണത്, ആർക്ക് വേണമെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും കരുതും നമ്മളെ ആരും മനസ്സിലാക്കുന്നു, നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മളെ മനസ്സിലാക്കില്ല, ഒരിക്കലും മനസ്സിലാക്കുകയില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും പക്ഷേ നമ്മുടെ അല്ലാഹുനാഥൻ റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഹൃദയം കാണുന്നവനാണ്, നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. നമ്മൾ എന്ത് മനസ്സിലെ വിഷമങ്ങൾ വായിച്ചാലും അവൻ കാണും, കേൾക്കും, എല്ലാം ചെയ്യും. ഉറങ്ങാൻ നേരമാണല്ലോ നമ്മുടെ മനസ്സിലെ ചിന്തകളും എല്ലാം വന്നു ചേരുന്നത്. ആ സമയത്താണല്ലോ നമ്മൾക്ക് ഉറക്കാൻ വരാത്തതും നമ്മുടെ മനസ്സിൽ പ്രഷർ കൂടുന്നതും എല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങിയാൽ സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യും. പിറ്റേന്ന് പകുതി ഭാരവും നമ്മുടെ മനസ്സിന് എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഉറങ്ങാൻ കിടക്കാറാവുമ്പോൾ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദിക്റുകളും ദുആകൾക്കും ശേഷം ഈ ദിക്ർ ചൊല്ലുക. യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ 100 പ്രാവശ്യമാണെങ്കിൽ 100 പ്രാവശ്യം, എത്ര പെട്ടെന്ന് നമ്മൾ ചൊല്ലുന്നു അത്രയും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും, നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ എത്ര ചെയ്താലും മതിയാവുകയില്ല. യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ് എന്ന് പറയുന്നതിന് എല്ലാം കേൾക്കുന്നവനായ അല്ലാഹുവേ, എല്ലാം കേൾക്കുന്നവനായ നാഥോ, നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ഒഴിച്ചു കളയുന്ന കണ്ണീരും, മനസ്സിൽ ആരോടും പറയാതെ സൂക്ഷിക്കുന്ന വേദനയും എല്ലാം കേൾക്കുന്നവൻ അല്ലാഹുവാണ്. അവനോട് ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ അവൻ കേൾക്കുക തന്നെ ചെയ്യും. എല്ലാവരും ചെയ്തു നോക്കൂ. അതിനാൽ ഈ ദിക്ർ വളരെ ശക്തിയുള്ള ദിക്റാണ്. ഈ ദിക്ർ നമ്മുടെ എത്ര ഭക്തിയോട് ചെല്ലുന്നുവോ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ കുറഞ്ഞു കിട്ടും, ഹൃദയത്തിൽ സമാധാനം നിലനിൽക്കും, ദുആകൾക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ദുആക്ക് മറുപടി സഹായിക്കാൻ കഴിയും. ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനോട് നിങ്ങൾ ദുഃഖങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കേണ്ട, അള്ളാഹുവിനോട് തുറന്നു പറയൂ. കാരണം നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നവൻ അള്ളാഹുവാണ്. ഇന്നു മുതൽ ഈ ദിക്ർ തുടങ്ങും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. 10 പ്രാവശ്യം കൂടെ ചൊല്ലുക. യാ സമീഉ യാ അല്ലാഹ്, 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 യാ സമീഉ യാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്ത് ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് അത് പ്രതിഫലം അറിയിക്കും. അള്ളാഹു നിങ്ങൾക്കെല്ലാവരും നിങ്ങളുടെ എല്ലാ മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരും. എല്ലാവരും ചെയ്തു നോക്കൂ, എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കൂ. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത്. അതുപോലെ ഈ ലിങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിൽ കാണുന്ന ലിങ്ക് ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ ലിങ്കിൽ കൂടെ വാങ്ങിക്കണേ, എനിക്കൊരു സഹായവുമാകും ഇൻഷാ അല്ലാഹ്.